मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ജോർദാർ, നീ എന്തിനാ ഡിറ്റക്റ്റീവിനെ പോലെ വേഷം മാറിയിരിക്കുന്നേ? അല്ല, നമുക്ക് സ്വീറ്റിയെ കണ്ടുപിടിക്കണ്ടേ? അതിന് ഞാൻ ഡിറ്റക്റ്റീവ് ആയാലും നടക്കൂ. എന്നിട്ട് കണ്ടുപിടിച്ചോ? അത് ഇല്ല, എനിക്ക് ഒരു ക്ലൂവും കിട്ടിയിട്ടില്ല. സ്വീറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ച് ഞാൻ ഈ ബോർഡ് കത്തിച്ചു കളയും. സ്വീറ്റി അവസാനട്ട റീല് ഈ മോളിലാണ് ഷൂട്ട് ചെയ്തത്, കണ്ടില്ലേ? അതിനുശേഷമാണ് മിസ്സായത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആരെങ്കിലും ആയിരിക്കും സ്വീറ്റിയെ കടത്തിയത്. ആരവളെ കിഡ്നാപ്പ് ചെയ്തോ? അവരുടെ വീട് മാത്രമല്ല, അവരുടെ നാട് തിരിച്ച് കത്തിച്ചു കളയാം. എനി ഡൗട്ട്? നീ ഒരു തത്ത മാത്രാണ്, ഫയർ ഡ്രാഗൺ അല്ല. എല്ലാ സ്ഥലത്തും വന്ന് കത്തിക്കും കത്തിക്കും പറഞ്ഞോണ്ടിരിക്കുന്നു. വേഗം സ്വീറ്റിയെ കണ്ടുപിടിക്കേ. ഈ പൂ ആ ചെടിയില്ലാതെ ജീവിക്കില്ല, അത് ചത്തുപോകും. എനി ഡൗട്ട്? നീ സ്വീറ്റിയെ പറ്റി ആശങ്കപ്പെടാതെ പൂവിനെ പറ്റി ഓർത്ത് ആശങ്കപ്പെടുന്നു. കിളിയാണ് യു ഫൂൾ. അവൻ അവളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തിനാ അവളെ പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? നമ്മള് സ്വീറ്റി എവിടെയാ ഉള്ളതെന്ന് ഓർത്ത് പേടിക്കേണ്ട സമയമല്ലേ ഇത്? ഞാൻ വന്നില്ലേ, ഇനി ഞാൻ കണ്ടുപിടിക്കാം സ്വീറ്റി എവിടാണെന്ന്. നീ എന്തിനു കണ്ടെത്തണം? നിനക്കും അതിനും എന്ത് ബന്ധമുള്ളത്? ആർക്കാ ആ ബന്ധമുള്ളതോ അവര് കണ്ടെത്തട്ടെ. അതുകൊണ്ടാ ഞാൻ വന്ന. സ്വീറ്റി എനിക്കാ. ഞാൻ പറയുന്നത് മുഴുവനായിട്ട് കേക്ക്. സ്വീറ്റി എന്റെ ഫ്രണ്ടാണ്. നീ ഈ കാര്യം മറന്നുപോയോ? പറയേ, സ്വീറ്റി എവിടെയാ ഉള്ളത്? ഇങ്ങോട്ട് നോക്ക്, മോളിന്റെ CCTV ഫുട്ടേജ്. ആരാത് എന്റെ സ്വീറ്റിയെ ഫോളോ ചെയ്തോണ്ടിരിക്കുന്ന? ഇങ്ങോട്ട് നോക്ക്, ഫോളോ ചെയ്യുന്നത് പറഞ്ഞ അത് ഞാനാ. അതിന് എന്നെ കഴിഞ്ഞേ ഉള്ളൂ ആരും. മനസ്സിലായോ? എന്താ പറഞ്ഞേ? ആദ്യം വഴക്കിടുന്നത് നിർത്ത്. ഇത് ആരാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവൻ ഗോണല്ലേ? അവൻ എങ്ങോട്ട് പോണെന്നാ? അയ്യോ, അവന്റെ പേര് ഗോൺ പ്രസാദ് എന്നാ. എന്റെ വീട്ടിന്റെ അടുത്ത് അവൻ താമസിക്കുന്നേ. ഞങ്ങൾക്ക് അവന്റെ അഡ്രസ് നിങ്ങളുടെ വീടിന്റെ അടുത്ത് പോയിട്ട് അവനെ പറ്റി അന്വേഷിക്കാൻ പോവാ. വേണ്ട, ഇയാൾ അഡ്രസ് എന്തിനാ? നമുക്ക് അവന്റെ അഡ്രസ് വാങ്ങിച്ചാ പോരെ? ആ, അതും ശരിയാണ്. അവന്റെ അഡ്രസ് തരൂന്നേ. ഇവന്റെ മുഖം കണ്ടാലേ അറിയാം ഇവനാണ് കിഡ്നാപ്പ് ചെയ്തതെന്ന്. സ്വീറ്റി, സ്വീറ്റി, നീ എവിടെയാ ഉള്ളത്? സ്വീറ്റി എന്താ കപ്പിൽ ഒളിപ്പിച്ചൊക്കെ പറ്റിയ സാധനാണോ? സ്വീറ്റി, നീ എവിടെയാ ഉള്ളത്? എന്തെങ്കിലും സംസാരിക്കേ. നിന്റെ പോപ്പൻ ഇതാ നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുക. സ്വീറ്റി. അല്ല പോപ്പട്ട്, സ്വീറ്റി ഇവിടെ ഇല്ലല്ലോ. സ്മെല്ലാണോ? അല്ല, ഭക്ഷണത്തിന്റെ വാസനയാ. ഉറപ്പായിട്ട് ഇതിന്റെ അകത്താ സ്വീറ്റിയാ ഇട്ടിരിക്കുന്നേ. എന്റെ സ്വപ്നത്തില് മസാലയും മഞ്ഞപ്പൊടി ഇട്ടല്ലോ. ആരാ നിങ്ങള്? എന്നെ പോലെ തെറ്റ് ചെയ്തവർക്ക് ഇന്ന് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ ആരും മറക്കില്ലടാ. ഹേയ്, നീ എന്തിനാ തല്ലുന്നേ? നിന്റെ ഭാഗത്ത് നിന്ന് അടിച്ചതാ. ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ ഇതാണ് നല്ല പണി. ആരാ നിങ്ങള്? നിങ്ങൾ എന്റെ ചിക്കൻ ഗ്രേവി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അതെ ചിക്കൻ തന്നെയാണ്. ഇത് സ്വീറ്റി അല്ല. ഞങ്ങളുടെ നാട്ടിലെ ഗ്രേവിയില് സ്വീറ്റ് ഒന്നും ഞങ്ങൾ ഇടാറില്ല. സ്വീറ്റി റിപ്പോർട്ടർ സ്വീറ്റി, അവള് എവിടെയാണുള്ളത്? നീ എന്തിനാ അവളെ മോളിൽ ഫോളോ ചെയ്തോണ്ടിരുന്നേ? അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയാ. എന്ന് വെച്ചാ ഞാൻ സ്വീറ്റിയുടെ ഇൻഫോമറാ. അങ്കിൾ അവളെ പ്രതികാരം ചെയ്യാൻ വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ അങ്കിൾ എന്തിനാ സ്വീറ്റിയോട് പ്രതികാരം ചെയ്യണമെന്ന് കരുതുന്നേ? അയ്യോ, എന്റെ അങ്കിൾ അല്ല, അങ്കിൾ ചാലു ചാറോലേ. ആ ചാരോളിയെ ഞാൻ പായസത്തിലിട്ട് തിളപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് പോപ്പറ്റ് അല്ല. ആരാ ചാരു ചാരോളി? സ്വീറ്റിക്കും അദ്ദേഹത്തിനും എന്താ പ്രശ്നം? അയാൾ ബ്രാൻഡഡ് സൈക്കിളിൽ വ്യാജ നട്ടും ബോൾട്ടും ഇട്ട് വിൽക്കായിരുന്നു. സ്വീറ്റി അയാളെ എക്സ്പോസ് ചെയ്ത് ജയിലിൽ അയച്ചു വിട്ടു. അതുകൊണ്ട് അയാൾ പ്രതികാരം വിട്ടാ നടക്കുന്നത്. എനിക്ക് അയാളുടെ ഫാക്ടറി എവിടെയാണെന്നറിയാം. സ്വീറ്റി തീർച്ചയായും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ എന്തിനാ സംസാരിച്ചോണ്ടിരിക്കുന്നേ? വാ പോവാം. ശരി, വേഗം വരൂ. നീ എങ്ങോട്ടാ വരുന്നേ? അത് നിനക്ക് വേണ്ടിയാ. നിനക്ക് സ്വീറ്റിയെ കാണണമല്ലേ ബ്രോ? ഞാനൊരു ഹീറോ ആയി മാറി അവളെ അന്വേഷിക്കാൻ പോകുന്നു. ഈ ലോകം തന്നെ എന്നെ എതിർത്താലും ഞാൻ അവളെ കണ്ടെത്താതെ വിടില്ല. Any doubt? അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഇരിക്കേ. ആദ്യം ചെന്ന് കോസ്റ്റ്യൂം വാങ്ങാം, എന്നിട്ട് സ്വീറ്റിനെ അന്വേഷിക്കാം. അത് അല്ലല്ല, ആദ്യം സ്വീറ്റിയാ. വരൂ പോകാം. എല്ലാരും എന്റെ പുറകെ വരൂ. അപകടം ഉണ്ടോന്ന് എനിക്ക് മണത്തറിയാൻ കഴിയൂ. അങ്കിൾ ചാറോലി, ഞാൻ ഇവിടെയാ ഉള്ളതെന്ന് അറിഞ്ഞ് നീ ഇങ്ങോട്ടേക്ക് വന്നോ? ഗാങ്, നീ ചെയ്തത് റാങ്. അത് കാരണം നീ ഇന്ന് ഗാൺ. അങ്കിളെ, ഞാൻ ഇവിടെ ഒരു അത്യാവശ്യ കാര്യം തിരക്കി വന്നിരിക്കുകയാണ്. പ്ലീസ് അതിന് എന്നെടുത്ത് തന്നേക്ക്. അകത്തേക്ക് വാ, ഇരുന്ന് സംസാരിക്കാം. അങ്കിൾ, വർക്ക്ഷോപ്പ് അടിപൊളിയാണല്ലോ. അതെ, ഇത് ഞാനാ ഉണ്ടാക്കിയത്. ഒന്ന് ആലോചിച്ചൊക്കെ, ഇതും നിങ്ങളെയും നിങ്ങളുടെ ആളുകളെയൊക്കെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ തകർത്ത് ഇല്ലാതാക്കും. സൈക്കിളിന്റെ ഹാൻഡിൽസ്, സീറ്റ്സ്, നിങ്ങളുടെ സീറ്റ്സ് എല്ലാം ഇല്ലാതാക്കും. എന്താ കുത്തിയോ? അയ്യോ, നല്ല ആഴത്തില് കുത്തി. അയ്യോ, അങ്ങനെ ഒന്നും ചെയ്തു കളയല്ലേ. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുതെങ്കിൽ നീ മര്യാദക്ക് സ്വീറ്റിനെ ഞങ്ങളുടെ കയ്യിൽ തരുന്നതാ നല്ലത്. ഇല്ല ഇല്ല, നീ എന്തായി പറയുന്നത്? എന്റെ കയ്യിൽ സ്വീറ്റി ഒന്നും ഇല്ല. തെറ്റ് ചെയ്തവര് വേഗത്തിൽ സത്യം പറയത്തില്ല. Any doubt? ഈ ഡിറ്റക്റ്റീവിന്റെ അടുത്തൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. സ്വീറ്റ് ഇവന്റെ കയ്യിലാണുള്ളത്. ഇല്ല, എനിക്കൊന്നും അറിയില്ല. ഞാൻ തന്നെ ചുന്നീന്റെ അടുത്താ ജോലി ചെയ്യുന്നത്. ഈ വർക്ക്ഷോപ്പ് അവന്റെതാ. കുറച്ചു നേരം മുമ്പാ ഇവിടുന്ന് നട്ടും ബോൾട്ടും ഒക്കെ ഡെലിവറി എടുത്തോണ്ട് പോയത്. അവൻ അത്തറിടാറുണ്ടോ? അതെ, അവൻ അത്തറിടാണ്ട് ഒരിടത്തും പോവാറില്ല. വരൂ, ഞാൻ മണത്ത് നോക്കി കണ്ടുപിടിക്കാം. സ്വീറ്റി, സ്വീറ്റി, നീ എവിടെയാണ്? പ്ലാസ്റ്റിക് ബോട്ടൽ, പഴയ പേപ്പർ എന്നുള്ള സാധനങ്ങൾ എന്റെ അടുത്ത് തരൂ. എടാ സോർദാർ, നീ കൊണ്ടുവന്നത് ആക്രി കടയിലേക്കാടാ. നീ എന്തോന്നായി മണം പിടിക്കുന്നത്? രാവിലെ മുതൽ എല്ലാം കൊളാക്കിക്കൊണ്ടിരിക്കുക. ചുണ്ണി എവിടെയാണ്? നീ ചുന്നിയുടെ കൂടെ ഡാൻസ് കളിക്കാൻ പോവാണോ? ചുന്നി എവിടെയാന്നല്ല, സ്വീറ്റ് എവിടെയാണെന്നാ നീ ചോദിക്കേണ്ടത്. അതെ, സ്വീറ്റി അല്ല. ഇരുമ്പും പിച്ചളയും വാങ്ങിച്ചാലും വിറ്റാലും ഒരു റേറ്റ് തന്നെയാണ്. സ്വീറ്റി എവിടെയാണ്? എങ്ങനെയുണ്ടെന്ന് പോലും അറിയത്തില്ലല്ലോ. ഇത് സ്വീറ്റ് ഉപയോഗിക്കുന്ന മൈക്ക് തന്നെയാണ്. അല്ലല്ല, ഇത് കുറച്ചു കാലത്തിന് മുമ്പേ ആക്രി സാധനത്തിൽ കൂടെ കിട്ടിയാണ്. ഇത് വെച്ചാ ഞാൻ പാട്ട് പാടുന്നത്. നിനക്കറിയോ അത്? ഇവൻ നമ്മളെ വിഡ്ഢിയാക്കിയാണ്. ഇവനാണ് അത്തരം തേച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്, നിന്നെ പറ്റി ഞങ്ങൾക്ക് എല്ലാം അറിയാം. ചാലു ചാലോറേൻ എല്ലാം ഞങ്ങളോട് പറഞ്ഞു. അവളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് നിന്റെ അത്തർവാസന മണത്താണ് ഇങ്ങോട്ട് വന്നത്. നീയാണ് സ്വീറ്റിയെ കടത്തിയിരിക്കുന്നത്. ആ അങ്കിള് നിങ്ങളെ പറ്റിച്ചത്. ആ അങ്കിള് വളരെ മോശമാണ്. സ്വീറ്റി അവ ഈ സമയത്ത് കൊന്നിരിക്കും. അവളെ നിങ്ങളെ മറന്നേക്ക്. അയ്യോ, ഞാൻ എങ്ങനെ അവളെ മറക്കാനാ? എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല ചുണ്ണി. അയ്യോ, നിങ്ങളെ എന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് അവന്റെ ബോസിനെ അവൻ രക്ഷിച്ചു. ഇല്ല, എന്നെ കൊണ്ട് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബൈ ബൈ പിള്ളേരെ. ഈ കതവ് തകർക്ക്. അവരെല്ലാരെയും പിടിക്ക്. ആരും ഇവിടുന്ന് രക്ഷപ്പെടരുത്. ഒരുത്തരെയും വിടരുത്. സ്വീറ്റി,
അയ്യോ ഇങ്ങനെ കൂടും കെട്ടിപ്പിടിച്ച് നിൽക്കാണ്ട് എന്നെ ഒന്ന് പുറത്തിറക്ക്. ഇതിന്റെ ചാവി എവിടെയുണ്ട്? ആരെടുത്താ ചാവി ഉള്ളത്? എന്റെ അടുത്ത് തരൂ പ്ലീസ്. താങ്ക് യു തതാരം. താങ്ക് യു ഹണി. താങ്ക് യു സോർദാർ. താങ്ക് യു ബണ്ണി. താങ്ക് യു ഗോഡ്. ഞാൻ എത്രയും പെട്ടെന്ന് ഇവരെ കുറിച്ചുള്ള ബ്രേക്കിംഗ് ന്യൂസ് തയ്യാറാകട്ടെ. ഹേയ്, നീ എന്തിനാ സ്വീറ്റിയെ ഹഗ് ചെയ്തത്? അല്ല അവളെ എന്നെ ഹഗ് ചെയ്ത്. ഞാൻ ചാവി തിരക്കിക്കൊണ്ടിരിക്കുമ്പോ നീ എന്തിനാ കൂട് പൊട്ടിച്ചത്? നീ നിന്നെ വലിയ ഫയൽ വന്നാണെന്നോ വിചാരിച്ചിരിക്കുന്നേ? ഞാൻ അവളെ പെട്ടെന്ന് പുറത്തെടുക്കാൻ വേണ്ടിയാ കൂട് പൊട്ടിച്ചേ. അവനെ കൂട് മാത്രല്ല പൊട്ടിച്ചത്, നമ്മുടെ പോപ്പട്ടിന്റെ മനസ്സും കൂടിയാണ് പൊട്ടിച്ചത്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play.